പണ്ടേതോ കാലത്ത് കുഴിച്ചു മൂടപ്പെട്ടു എന്ന് പറയുന്ന ബിദ്അത്തുകൾ പുതുതായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നസ്അലുല്ലാഹു അൽ ആഫിയ വസ്സലാമ. സുബ്ഹാനല്ലാഹ്. റാഫിദിയ്യത്ത് അഥവാ ഷീഇകളുടെ ബിദ്അത്ത് നിങ്ങൾക്കറിയാം, ഏതോ കാലം അത് ഉണ്ടായിട്ടുണ്ട്. ആദ്യം വന്ന ബിദ്അത്തുകളിലൊന്നാണ് റാഫിദികളുടെ ബിദ്അത്ത്. ആ കാലഘട്ടത്തിൽ റാഫിദികൾക്ക് അവരുടെ ബിദ്അത്തിന് പ്രതിപ്രവർത്തനം എന്നോണം വേറൊരു ബിദ്അത്ത് വന്നു. ഇങ്ങനത്തെ തലക്ക് എന്താണത്? റാഫിദികൾ അലി റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും അമിതമായി പുകഴ്ത്തിയപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റൂല, അലി റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്ന ഒരു ബിദ്അത്തുകാർ വന്നു. നാസിബികൾ എന്നാണ് അവർക്ക് പറയുക, നാസിബിയാക്കൾ എന്നാണ് അവർക്ക് പറയുക. നിങ്ങൾ പലരും ചിലരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും ഇങ്ങനെ ഒരു ബിദ്അത്ത്, നാസിബിയത്ത് എന്നാണ് അതിന് പറയുക. കാലഹരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ആ ബിദ്അത്ത് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചെറിയ പ്രായത്തിൽ 5, 6, 7 വയസ്സുള്ളപ്പോൾ നമ്മൾ എണ്ണി പഠിക്കുകയാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, 4 ഖലീഫമാർ. അവരോടുള്ള സ്നേഹം ചെറിയ പ്രായത്തിൽ അൽഹംദുലില്ലാഹ് മുസ്ലിം മക്കളുടെ മനസ്സിലുണ്ട്. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി ഇബ്നു അബി താലിബിനെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ പിതൃ സഹോദര പുത്രൻ, നബി പോറ്റി വളർത്തിയ കുട്ടി, ഓ അലി നിനക്ക് തൃപ്തിയല്ലേ? ഹാറൂനെ മൂസ എങ്ങനെയാണ് ഏൽപ്പിച്ചു പോകുന്നത്, അതുപോലെ നിന്നെ ഞാനിവിടെ ഏൽപ്പിച്ചു പോകുന്നത്. പക്ഷേ എനിക്ക് ശേഷം ഒരു നബി ഇല്ല കേട്ടോ, ഗൈറ അല്ലാ നബിയ ബഅദി. തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അലിക്ക് നബി മദീനയിൽ കാര്യം നോക്കാൻ അലി ഏൽപ്പിച്ചിട്ടാണ് പോയത്. അലിക്ക് പ്രയാസമായി, കാരണം അലി റളിയല്ലാഹു അൻഹു യുദ്ധരണാങ്കണങ്ങളിലെ ധീരതക്കറിയപ്പെട്ട സഹാബിയാണ്. ഖൈബറിലും മറ്റുമൊക്കെ അങ്ങേയറ്റത്തെ ധീരതക്കറിയപ്പെട്ട സഹാബിയാണ്. അലിക്ക് പ്രയാസമായി, നബിയെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂടി എന്നെ ആക്കിയിട്ട് പോവുകയാണ് എന്നാണ് അലി ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ തർദ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ ഗൈറ അല്ലാ നബിയ ബഅദി. ഹാറൂന മൂസ ആക്കിയിട്ട് പോയില്ലേ അലൈഹിസ്സലാം, തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ അതുപോലെ നിന്നെ ഞാൻ ആക്കിയിട്ട് പോകുന്നതിന് എനിക്ക് തൃപ്തിയില്ല, പക്ഷേ എനിക്ക് ശേഷം ഒരു നബി ഇല്ല കേട്ടോ, അതിൽ വ്യത്യാസമുണ്ട് എന്ന് നബി പറഞ്ഞ അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുഹിബ്ബുല്ലാഹ വറസൂല വയുഹിബ്ബുല്ലാഹു വറസൂല, അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നു, അള്ളാഹും റസൂലും സ്നേഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അലി. എത്രയോ ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദര പുത്രൻ, നബിയുടെ മകളുടെ ഭർത്താവ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെ ഭർത്താവ്. നബി ഒരിക്കൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫാത്തിമ കരയുകയാണ്. നബി ചോദിച്ചു, അലി എവിടെ? എന്നോട് ദേഷ്യം പിടിച്ചിട്ട് പോയിരിക്കുകയാണ്. എന്നോട് ദേഷ്യപ്പെട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ മസ്ജിദിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കുപ്പായം നീങ്ങിയിട്ടുണ്ട്, തുണി നീങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് മസ്ജിദിലെ മണ്ണ് ശരീരത്തിൽ പുരണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന് ആ മണ്ണിങ്ങനെ തട്ടിട്ട് വിളിച്ചു, ഖും യാ അബാ തുറാബ്, ഖും യാ അബാ തുറാബ്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്. അബൂ തുറാബ് എന്ന് നബി അലിയെ ഓമനിച്ച് വിളിച്ചു. അബൂ തുറാബ് എന്ന കുനിയത്ത് ഇതുകൊണ്ട് പിൽക്കാലത്ത് ആരെങ്കിലും അലിയെ അബൂ തുറാബ് എന്ന് വിളിച്ചാൽ അലിക്ക് വലിയ സന്തോഷമായിരുന്നു. നബി വിളിച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ ഓമനിച്ച് വാത്സല്യത്തോടെ അലിയോട് തമാശയിൽ വിളിച്ചതാണ്. തട്ടി വിളിച്ചു, ഖും യാ അബാ തുറാബ്, അബൂ തുറാബ് എണീക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികളാണവർ, അലിയും അതുപോലെ ഫാത്തിമയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ 2 പേർ കിടക്കുകയാണ്. അവർ എഴുന്നേൽക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കും. നബി ചെന്ന് 2 പേരുടെ നടുവിലിരുന്നു. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ കുട്ടികളാണോ? നബിയുടെ മകളാണ്, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ്റെ മകനാണ്. ഈ അലിയെ വില കുറിച്ച് പറയുന്ന വർത്തമാനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മലയാളത്തിൽ വീണ്ടും കുഴിച്ചു മൂടപ്പെട്ടു എന്ന് പറയുന്ന ബിദ്അത്തുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ച് നോക്കി. നമ്മൾ ആരെങ്കിലും ഇന്നലെ വിചാരിച്ചിട്ടുണ്ടോ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞ് ഈ വിഷം പിടികൂടിയ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മളൊരു പ്രസംഗിക്കേണ്ടി വരുമെന്ന്? കാരണം അത്രയും മുസ്ലിമീങ്ങൾക്കിടയിൽ മുസല്ലമായ അവരെല്ലാവരും സർവാംഗീകൃതമായി അംഗീകരിക്കുന്ന കാര്യമായിരുന്നില്ലേ? ഇങ്ങനെയാണ് ബിദ്അത്ത്, ഇങ്ങനെയാണ് ബിദ്അത്ത്. അതിൽ ഇനി ശുബഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ആളുകൾ കൊണ്ടുവരും. അപ്പോൾ ആളുകൾ ഈ ഉസൂലൊക്കെ മറക്കും.
എന്നിട്ട് ഇവൻ പറയുന്ന ഇതുപോലുള്ള നജസുകൾ പറയുന്ന ശുഭഹത്തും പിടിച്ചായിരിക്കും ആളുകൾ വരെ. ഇന്ന് ചരിത്രത്തിൻ്റെ കിതാബിൽ ഇങ്ങനെ ഉണ്ടല്ലോ. എടോ, ഈ പറഞ്ഞ ഉസൂലുകളൊക്കെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പഠിച്ച ഈ ഉസൂലുകൾ ഇതൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ചരിത്രത്തിൻ്റെ കിതാബിൽ ഒരു വാലുകൊണ്ട് പൊളിഞ്ഞോ? ഇതൊക്കെ അങ്ങനെയുള്ള ആളുകൾ, ജനങ്ങളുടെ മനസ്സങ്ങനെയാണ്. പഠിച്ചൊക്കെ അപ്പം മറന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഉസൂലുകൾ ആവർത്തിച്ച് പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. കുട്ടികൾ അതിൽ വളരണം അവർ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ ഉമ്മത്തുകൾ എടുത്തു നോക്കിയാലും ഏറ്റവും ശ്രേഷ്ഠർ ഈ 4 പേരാണ്: അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. നമ്മൾ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പിഴച്ച കക്ഷികൾ റാഫിദിയ്യത്ത് പിടികൂടിയ ആളുകൾക്ക് മറുപടി പറയുമ്പോൾ മുആവിയ റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠത പറയാറില്ലേ? സുബ്ഹാനല്ലാഹ്, മുആവിയ റളിയല്ലാഹുവിനേക്കാൾ ശ്രേഷ്ഠനാണ് ആര്? അലി ഇബ്നു അബി താലിബ്. എന്താണ് സംശയം? അതിൽ യാതൊരു സംശയമില്ല. സഹാബത്തിൽ അവരെല്ലാവരും ശ്രേഷ്ഠരാണ്. പക്ഷെ അവർക്കിടയിലെ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠ അബൂബക്കറും ഉമറുമാണ്. പിന്നെ ബാക്കിയുള്ള 2 ഖലീഫമാരും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 6 പേർ, പിന്നെ ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത സഹാബിമാർ, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാർ, ശ്രേഷ്ഠതയിൽ അവർക്കിടയിൽ വ്യത്യാസമുണ്ട്. അവരെല്ലാവരും ശ്രേഷ്ഠരാണ്. പക്ഷെ അവരിൽ ചിലരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. മുആവിയ റളിയല്ലാഹുവിനേക്കാൾ ശ്രേഷ്ഠത ആർക്കുണ്ട്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിനുണ്ട്. മുആവിയ റളിയല്ലാഹുവിനെ ചീത്ത വിളിക്കുക, മോശം പറയുക എന്നത് അത് അങ്ങേയറ്റത്തെ വഴിപഴച്ച വാദമാണ്. എങ്കിൽ അതിനേക്കാൾ വഴിപഴമാണെന്ത്? അലി റളിയല്ലാഹുവിനെ ചീത്ത പറയുക എന്നുള്ളത്. അതിനേക്കാൾ വലുതാണ്. കാരണം ആളുടെ ശ്രേഷ്ഠത കൂടുമ്പോൾ കുറ്റം പറയുന്നതിൻ്റെ ഗൗരവവും വർദ്ധിക്കും. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ബിദ്അത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വളരെ ഇതൊന്നും എഴുതാൻ മടിയില്ലാത്ത, പറയാൻ മടിയില്ലാത്ത, സ്വന്തം നാശത്തെക്കുറിച്ച് ഇത്ര പേടിയില്ലാത്ത ആളുകൾ ലോകത്തുണ്ട്. നിങ്ങൾ ചിന്തിച്ചു, എന്ത് കാര്യമാണ് ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് ദുനിയാവിൽ കിട്ടുക? ദുനിയാവിലും ആഖിറത്തിലും നിന്നതയല്ലാതെ എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്? അപ്പോൾ പറഞ്ഞു വരുന്നത്, സുബ്ഹാനല്ലാഹ്, നമ്മൾ സൂറുകൾ അത് നന്നായി പഠിക്കുക. ബിദ്അത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടുക. എല്ലാ രൂപത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നും അള്ളാഹുവിനോട് എപ്പോഴും ഖൽബ് റബ്ബെ ഹിദായത്ത് അർപ്പിച്ച് നിർത്തണേ എന്ന് ദുആ ചെയ്യുക. എപ്പോഴും ദുആ ചെയ്യുക.